പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ മാതാവേ, ഇന്നത്തെ ഈ 3-ാം ദിവസ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഹൃദയത്തിലെ ഭയങ്ങളും ആശങ്കകളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശ്വാസ പ്രമാണം: സർവശക്തനായ പിതാവും ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കം പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. 1-ാമത്തെ ആവശ്യം മാതാവിന് മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മാതാവേ, എൻ്റെ വീടിനെയും കുടുംബത്തെയും നിന്റെ വിശുദ്ധ കരങ്ങളാൽ മൂടണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതിനെ തുടർന്ന് 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി മാതാവിന് മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. 2-ാമത്തെ ആവശ്യം മാതാവിന് മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവതിയായ മാതാവേ, എൻ്റെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ. ഉറക്കമില്ലാത്ത രാത്രികളിലും കണ്ണുനീരുള്ള നിമിഷങ്ങളിലും നിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതിനെ തുടർന്ന് 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി മാതാവിന് മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. 3-ാമത്തെ ആവശ്യം മാതാവിന് മുൻപിൽ സമർപ്പിക്കാം. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നുമ്പോഴും ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ എനിക്ക് ശക്തി തരണമേ മാതാവേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതിനെ തുടർന്ന് 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി മാതാവിന് മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. 4-ാമത്തെ ആവശ്യം മാതാവിന് മുൻപിൽ അർപ്പിക്കാം. രോഗബാധിതരായ എല്ലാവർക്കും സൗഖ്യവും ശക്തിയും നൽകണമേ. വിഷമിക്കുന്ന ഹൃദയങ്ങൾക്ക് പ്രത്യാശയുടെ വെളിച്ചമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതിനെ തുടർന്ന് 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി മാതാവിന് മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. 5-ാമത്തെ ആവശ്യം മാതാവിന് മുൻപിൽ സമർപ്പിക്കാം. മാതാവേ, എൻ്റെ ഭാവിയും സ്വപ്നങ്ങളും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് നിൻ്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. എന്നെ യേശുവിലേക്ക് നയിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതിനെ തുടർന്ന് 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി മാതാവിന് മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നമ്മുടെ വീടുകളിലും ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആമേൻ.